ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇതര സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും ആഭ്യന്തരമന്ത്രി. മാരാങ്കോട് കുടിൽകെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഉന്നതിയിലെ താമസക്കാർക്ക് അടിയന്തരമായ സഹായങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി. തെരുവുനായ പ്രശ്നത്തിനും പേവിഷബാധയ്ക്കും ശാശ്വത പരിഹാരം കാണാൻ ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനം അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാന തലത്തിൽ ഏകീകൃത ഡിജിറ്റൽ പെറ്റ് മാനേജ്മെന്റ് സംവിധാനം പരിഗണിക്കുമെന്നും മന്ത്രി. കനത്ത മഴയിൽ ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. 10ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. പൂരനഗരിയെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് വിരുന്നൂട്ട്. ആനയൂട്ടിൽ പങ്കെടുത്തത് 50ഓളം ആനകൾ. കനത്ത മഴ അവഗണിച്ച് ആനകളെ വിരുന്നൂട്ടാൻ ജനസാഗരം ഒഴുകിയെത്തി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്രങ്ങൾ. വാർത്തകൾ വിശദമായി. സമൂഹത്തിൽ വലവിരിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയെ തുടച്ചു നീക്കാൻ കേരള സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മറ്റു സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പാവർട്ടി പഞ്ചായത്ത് സംഘടിപ്പിച്ച തൂഫാൻ വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് എന്ന ലഹരി വിരുദ്ധ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ തുടക്കം മാത്രമാണ്. ലഹരിക്കെതിരെയുള്ള യുദ്ധം നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ അധ്യക്ഷത വഹിച്ചു. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. സെന്റ് ജോസഫ് കോളേജ് മാനേജർ ഫാദർ സെബി പാലമറ്റത്തിനെയും ലഹരിക്കെതിരെ ഏകാംഗ നാടകം നിരവധി വേദികളിൽ അവതരിപ്പിച്ച മാത്യൂസ് പാവർട്ടിയെയും ലഹരിക്കെതിരെ ചിത്രപ്രദർശനം നടത്തിയ ആൻജിയ റാഫിയെയും തൂഫാൻ വാരിയേഴ്സായി ചടങ്ങിൽ ആദരിച്ചു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അണിനിരുന്ന ടെലിഫിലിമിന്റെ പ്രകാശനവും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റംസിയ മുജീബ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AA ഫിജിന തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ അവാർഡുകൾ നൽകി അനുമോദിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റുന്നവർക്കേ ജീവിതത്തിൽ വിജയമുണ്ടാവുകയുള്ളൂവെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്നും ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു. മന്ത്രി OJ ജനീഷ് മുഖ്യാതിഥിയായി. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. രാജൻ പല്ലൻ MLA, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഫി ഡെൽസൺ, പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കോർപ്പറേഷൻ പരിധിയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയുമാണ് ചടങ്ങിൽ അവാർഡുകൾ നൽകി അനുമോദിച്ചത്. മാരാങ്കോട് പ്രദേശത്ത് കുടിൽകെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ 10 ദിവസത്തിനകം തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. മാരാങ്കോട് ചേർന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി പൗലോസ്, പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, ജില്ലാ ട്രൈബൽ ഓഫീസർ R. സിന്ധു, ചാലക്കുടി DFO M. വെങ്കടേശൻ, തഹസീൽദാർ KA ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. തെരുവുനായ പ്രശ്നത്തിനും പേവിഷബാധയ്ക്കും ശാശ്വത പരിഹാരം കാണാൻ വികാരപരമായ പ്രതികരണങ്ങൾക്കപ്പുറം ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനം അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി.
തെരുവുനായ നിയന്ത്രണവും പേവിഷബാധയും എന്ന വിഷയത്തിൽ കേരള വെറ്റിനറി സർവകലാശാല സംഘടിപ്പിച്ച ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നായയുടെ ആരോഗ്യവും മനുഷ്യന്റെ ആരോഗ്യവും പരിസ്ഥിതിയും ഒരുമിച്ച് പരിഗണിക്കുന്ന വൺ ഹെൽത്ത് സമീപനത്തിലൂടെ മൃഗസംരക്ഷണ, ആരോഗ്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പുകളുടെ ഏകോപനത്തോടെ മാത്രമേ പരിഹാരം സാധ്യമാകൂ. വളർത്തുനായകളുടെ രജിസ്ട്രേഷൻ, ലൈസൻസിംഗ്, മൈക്രോ ചിപ്പിംഗ്, വാക്സിനേഷൻ, വന്ധ്യംകരണം എന്നിവ കാര്യക്ഷമമാക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന തലത്തിൽ ഏകീകൃത ഡിജിറ്റൽ പെറ്റ് മാനേജ്മെന്റ് സംവിധാനം വികസിപ്പിക്കുന്നത് സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽ അക്കര അധ്യക്ഷത വഹിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ എസ് അനിൽ, ഡോക്ടർ സിന്ധു, സി ലത, ഡോക്ടർ ബിനു പ്രശാന്ത് KR, TS രാജീവ്, രജിസ്ട്രാർ പ്രൊഫസർ സാബിൻ ജോർജ്, അഹമ്മദ് പുന്നക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കനത്ത മഴയിൽ ഒളരി മദർ ആശുപത്രിയിലെ ചുറ്റുമതിലിടിഞ്ഞ് വാഹനങ്ങളുടെ മുകളിലേക്ക് വീണു. പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലേക്കാണ് മതിൽ വീണത്. ആർക്കും പരിക്കില്ല. 10ഓളം വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് വാഹനങ്ങൾ പുറത്തെടുത്തത്. മതിലിടിഞ്ഞു വീണതിന്റെ CCTV ദൃശ്യം TCVക്ക് ലഭിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. Discover lover I go there. La Crème de la Fraîcheur. French Diary Ice Creams, a taste factory. പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കനത്ത മഴയെ അവഗണിച്ച് പൂരനഗരിയെ ആവേശത്തിലാറാടിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന ആനയൂട്ട് ഗജവീരന്മാരുടെ സംഗമ വേദിയായി മാറി. വൻ ജനസാഗരമാണ് ആനയൂട്ടിന് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത്. വടക്കുംനാഥ ക്ഷേത്രത്തിൽ പുലർച്ചെ 5:30 ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് 1008 നാളികേരം, 2000 കിലോ ശർക്കര, 1500 കിലോ അവിൽ, 500 കിലോ മലർ, 50 കിലോ തേൻ, 150 കിലോ എള്ള്, ഗണപതി നാരങ്ങ, കരിമ്പ് തുടങ്ങിയ അഷ്ടദ്രവ്യങ്ങളാണ് ഉപയോഗിച്ചത്. 50ഓളം ശാന്തിമാർ പരികർമ്മികളായി. ക്ഷേത്രം മേൽശാന്തി പയ്യപ്പിള്ളി മാധവൻ നമ്പൂതിരി ആദ്യുരുള തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടിക്ക് നൽകി ആനയൂട്ട് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മന്ത്രി OJ ജനീഷ്, MLA-മാരായ രാജൻ ജെ പല്ലൻ, ചാണ്ടിയുമ്മൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ, ജനപ്രതിനിധികൾ, ദേവസ്വം ഭാരവാഹികൾ, ആനപ്രേമികൾ, ഭക്തർ തുടങ്ങിയവരും കരിവീരന്മാരെ വിരുന്നൂട്ടി. ഇത്തവണ 55 ആനകളാണ് ഊട്ടിൽ പങ്കെടുത്തത്. എറണാകുളം ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പുതുപ്പള്ളി സാധു, ഊക്കൻ കുഞ്ചു, പാറേമിക്കാവ് കാശിനാഥൻ, കുട്ടൻകുളങ്ങര അർജുനൻ തുടങ്ങി എണ്ണം പറഞ്ഞ കൊമ്പന്മാരും ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകളും തിരുവമ്പാടി ലക്ഷ്മിക്കുട്ടി അടക്കം 7ഓളം പിടിയാനകളും ഊട്ടിനെത്തി. ഊട്ടിൽ പങ്കെടുത്ത ആനകൾക്ക് 500 കിലോ അരിയുടെ ചോറ് ഉരുളകളാക്കി നൽകി. കൂടെ പൈനാപ്പിൾ, കക്കിരിക്ക, തണ്ണിമത്തൻ, കരിമ്പ്, ചോളം, പഴം തുടങ്ങിയ വിഭവങ്ങളും നൽകി. ആനയൂട്ടിനു ശേഷം അന്നദാന മണ്ഡപത്തിൽ 10,000 പേർക്കുള്ള അന്നദാനവും ഒരുക്കിയിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്.
1982 ഡൽഹിയിൽ നടന്ന ഏഷ്യാഡിൽ പങ്കെടുക്കാൻ തൃശൂരിൽ നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുപോയ ആനകളെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ ആനകൾക്ക് അസുഖം വരികയും തുടർന്ന് ഗണപതി ഹോമവും ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനായി ആനയൂട്ട് ആരംഭിക്കുകയുമായിരുന്നു. തുടക്കത്തിൽ 12 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ 8687 കാലഘട്ടത്തിൽ 93 ആനകൾ വരെ പങ്കെടുത്തിരുന്നു. പിന്നീട് ആനകൾക്ക് ക്ഷാമവും നിയന്ത്രണവും വന്നതോടുകൂടി ആനകളുടെ എണ്ണം കുറഞ്ഞെങ്കിലും ആനയൂട്ട് ഓരോ വർഷവും മികച്ച രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. നാലമ്പല തീർത്ഥാടനത്തിന്റെ ആദ്യ ക്ഷേത്രമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃപ്രയാർ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാനും തിരക്ക് നിയന്ത്രിക്കാനും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണ നിരീക്ഷണവും 4 സ്ഥലങ്ങളിൽ പാർക്കിങ്ങിനായി വിപുലമായ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി വലപ്പാട് SHO അനിൽകുമാർ പറഞ്ഞു. എല്ലാ സ്ഥലത്തും ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ക്യൂ സിസ്റ്റം കൃത്യമായി നടപ്പാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് സ്ഥലങ്ങൾ പ്രത്യേകമായി കേന്ദ്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള മോഷണം തടയുന്നതിന് വേണ്ടി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആളുകളുടെ ഫോട്ടോ പതിച്ച് വിവിധ സ്ഥലങ്ങളിൽ ഫോട്ടോ പതിക്കുന്നുണ്ട്. കൃത്യമായ അനൗൺസ്മെൻറ്റ് നടത്തുന്നുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം കൃത്യമായി നടപ്പാക്കുന്നു. റോഡിൽ നിന്ന് ആരംഭിക്കുന്ന പ്രത്യേക പന്തലുകളിലെ ബാരിക്കേഡുകളിൽ വരി നിൽക്കുന്ന ഭക്തർക്ക് വിശ്രമിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങളും ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നും തയ്യാറാക്കിയിട്ടുണ്ട്. തിരക്കൊഴിവാക്കാൻ വഴിപാട് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ചുക്കുവെള്ളം ക്ഷേത്രത്തിനകത്തും ചുക്കുകാപ്പി ക്ഷേത്രത്തിന് പുറത്തും തയ്യാറാക്കിയിട്ടുണ്ട്. വിവിധ സംഘടനകളും ഭക്തർക്കായി കാപ്പി വിതരണവും നടത്തുന്നുണ്ട്. മെഡിക്കൽ സേവനങ്ങൾക്കായി ഇത്തവണ ആരോഗ്യ വകുപ്പിന്റെ 2 കൗണ്ടറുകളും ആക്ട്സിന്റെ ആംബുലൻസ് സേവനവും അഗ്നിശമന വിഭാഗത്തിന്റെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. സദ്ഗുണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും മൂർത്തിഭാവമായ ദാശരഥികളുടെ ക്ഷേത്രങ്ങൾ ക്രമപ്രകാരം ഒരു ദിവസം ദർശിക്കുന്നത് സർവാഭിഷ്ട സിദ്ധിപ്രദമാണെന്നാണ് വിശ്വാസം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യത്തിലെ പ്രതിഷ്ഠാമൂർത്തി മഹാവിഷ്ണുവിന്റെ അംശാവതാരവും ശ്രീരാമ സോദരനുമായ ഭരതനാണ്. ഐതിഹ്യപ്രകാരം വിഷ്ണുവിന്റെ തൃക്കയിലെ ശംഖിന്റെ അവതാരമാണ് ഭരതൻ. പ്രതിഷ്ഠ ഭരതനാണെങ്കിലും പൂജ വൈഷ്ണവമാണ്. നാലമ്പല ദർശനത്തിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് തിക്കും തിരക്കും കൂടാതെ ഭഗവാനെ തൊഴാൻ വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുണ്ട്. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്കുഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമലിലാണ്. മഹാവിഷ്ണുവിന് അലങ്കാരവും അതേസമയം ആയുധമായ തൃക്കയിലെ സുദർശന ചക്രത്തിന്റെ പ്രതീകമാണ് ശത്രുഘ്നൻ എന്നാണ് വിശ്വാസം. ലവണാസുരവധത്തിന് ഉദ്യുക്തനായി അല്പം ക്രോധത്തോടു കൂടിയ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. മറ്റ് 3 ദാശരഥികളി ക്ഷേത്രങ്ങളും വൃത്താകൃതിയിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രം ചതുരാകൃതിയിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 5000 പേർക്കും ഒഴിവു ദിവസങ്ങളിൽ 10000 പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. കേരളത്തിൽ എയിംസ് വരുമെന്ന് ഉറപ്പാണെന്നും അത് എവിടെയായാലും ആഹ്ലാദിക്കാനും ആശ്വസിക്കാനും വക നൽകുന്നതാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവിൽ നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. എല്ലാ സംസ്ഥാനങ്ങളിലും എയിംസ് അനുവദിക്കുമെന്ന് മോദി സർക്കാർ ഉറപ്പ് നൽകിയതാണ്. കോഴിക്കോട് വരണമെന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. BJPക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി MPയെ സമ്മാനിച്ച തൃശൂരിൽ വേണമെന്ന് തനിക്കും പറയാം. എന്നാൽ അതിനായി ശാഠ്യം പിടിക്കാനില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. കേരളത്തിൽ വികസനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ. എയിംസ് അവിടെ വന്നാൽ 50 കിലോമീറ്റർ ചുറ്റളവിൽ വികസനമുണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. നവീകരിച്ച ചാലക്കുടി റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിർവഹിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA, നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു, വാർഡ് കൗൺസിലർ ലിൻഡ ജോയ്, ഓം പ്രകാശ്, തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ അഡീഷണൽ മാനേജർ Y സെൽവൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണയ്ക്ക് തൃശൂർ DCC ഓഫീസിൽ സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. പാർട്ടി ഓഫീസുകൾ തനിക്ക് ആരാധനാലയമാണെന്ന് മന്ത്രി പറഞ്ഞു. രാജൻ ജെ പല്ലൻ MLA, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, നേതാക്കളായ TV ചന്ദ്രമോഹൻ, സുനിൽ അന്തിക്കാട്, ലീലാമ തോമസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മഹിളാ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മന്ത്രിയെ പൊന്നാട അണിയിച്ചു. ഇരിങ്ങാലക്കുട 3 പീടിക റോഡിൽ സ്വകാര്യ ബസ്സും എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സും കൂട്ടിയിടിച്ച് 14 പേർക്ക് പരിക്കേറ്റു. മാള ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന കീർത്തന എന്ന സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മുന്നിലുണ്ടായിരുന്ന സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ്സിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. അപകടത്തിൽ പരിക്കേറ്റ സ്വകാര്യ ബസ്സിലെ 10 പേരെയും കോളേജ് ബസ്സിലെ 4 വിദ്യാർത്ഥികളെയും ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഇരിങ്ങാലക്കുട 3 പീടിക റൂട്ടിൽ ഏറെ നേരം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. ദേശീയപാത ശ്രീനാരായണപുരം ആലയിൽ കാറിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രക്കാരനായ വിദ്യാർത്ഥി മരിച്ചു. അഞ്ചാമ്പരുത്തി കാട്ടുപറമ്പിൽ കബീറിന്റെ മകൻ 14 വയസ്സുള്ള റംസാനാണ് മരിച്ചത്. റംസാന്റെ പിതാവ് കബീർ അപകടത്തിൽ മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ റംസാൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന കാറിടിച്ചായിരുന്നു അപകടം. കടവല്ലൂരിൽ KSRTC ബസ്സും മിനി പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കല്ലുംപുറം ഖമർ പാലസ് ഓഡിറ്റോറിയത്തിന് മുൻപിലായിരുന്നു സംഭവം. തിരുവല്ലയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സും കാസർഗോഡ് നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന മിനി ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ മിനി പിക്കപ്പ് ലോറിയിലുണ്ടായിരുന്നവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട KSRTC ബസ് പാതയോരത്തെ സുരക്ഷാ തൂണുകളിൽ ഇടിച്ചു നിന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എരുമപ്പെട്ടി കുണ്ടന്നൂർ തൃക്കണപതിയാരത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാഹനം ചായക്കടയിലേക്ക് ഇടിച്ചു കയറി മറിഞ്ഞ് 2 പേർക്ക് പരിക്കുപറ്റി. കുണ്ടന്നൂർ തലശ്ശേരി പാതയിൽ വരവൂർ ഭാഗത്തുനിന്ന് വരികയായിരുന്ന വാഹനമാണ് റോഡരികിലെ ചായക്കടയിലേക്ക് ഇടിച്ചു കയറിയത്. ചായ കുടിക്കാനെത്തിയ മണി, കടയിലെ ജീവനക്കാരൻ അരവിന്ദാക്ഷൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തട്ടുകട പൂർണ്ണമായും തകർന്നു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും പിക്കപ്പ് വാഹനങ്ങൾക്കടിയിൽപ്പെട്ട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. വീണ്ടും വാർത്തകളിലേക്ക്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനും കേരള വ്യാപാരി വ്യവസായി സമിതി സ്ഥാപക നേതാവുമായ ബിന്നി ഇമ്മട്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ബിന്നി ഇമ്മട്ടി ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ലെനിൻ, CPM നേതാവ് MK കണ്ണൻ, ഫൗണ്ടേഷൻ സെക്രട്ടറി സേവ്യർ ചിറയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി കർക്കിടക സുഗതം. രാമായണ പാരായണ മാസം കൂടിയാണ്. സന്ധ്യയ്ക്ക് ആധ്യാത്മരാമായണം പാരായണം ചെയ്യുക എന്നത് അനുഷ്ഠാനമായ മലയാളിയുടെ ശീലമാണ്. ശ്രീരാമ രാമ രാമ രാവണാന്തക ജയ.
ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രമേയമാക്കി കുടുംബവും സുഹൃത്തുക്കളുമൊത്ത് വേറിട്ട പിറന്നാൾ ആഘോഷവുമായി കോലഴി സ്വദേശിനിയായ യുവതി. കോലഴി തൊട്ടേക്കാട് വീട്ടിൽ മിനി സരോജയുടെ മകളും തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗിലെ ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് പാത്തോളജിസ്റ്റുമായ സൂര്യയാണ് 25ാം പിറന്നാൾ ആഘോഷം ലോകകപ്പ് മയമാക്കിയത്. പന്തുകളുടെയും ട്രോഫികളുടെയും പശ്ചാത്തലത്തിൽ വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിന്റെ മാതൃകയൊരുക്കി അതിൽ പിറന്നാൾ കേക്ക് മുറിക്കുകയായിരുന്നു. ആഘോഷത്തിൽ ഫുട്ബോൾ താരങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് വീട്ടുകാരും സുഹൃത്തുക്കളും പങ്കെടുത്തു. തൃശൂർ വ്യാകുലമാതാ ബസലിക്കയിൽ ഊട്ടുതിരുനാൾ കമ്മിറ്റി ഓഫീസ് തുറന്നു. തൃശൂർ അതിരൂപത പ്രക്യൂറേറ്റർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ബസലിക്ക റക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ബ്രിൽവിൻ ഒലക്കേങ്കിൽ, ഫാദർ എഡ്വിൻ അപ്പേക്കാട്ടിൽ, ഊട്ട് കൺവീനർ EP ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സെപ്റ്റംബർ 15-നാണ് ഊട്ടുതിരുനാൾ. ഇനി വാണിജ്യം. ഒരു നൂറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂരിന്റെ വിശ്വസ്ത ധനകാര്യ സ്ഥാപനമായ തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ കെട്ടിടത്തിന്റെയും നവീകരിച്ച മെയിൻ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം നടന്നു. പുത്തൻപള്ളിക്ക് സമീപം പ്രവർത്തനമാരംഭിച്ച തൃശൂർ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പുതിയ കെട്ടിടമായ അഡ്വക്കേറ്റ് CA ഔസേപ്പ് ടവറിന്റെ ഉദ്ഘാടനം ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും നവീകരിച്ച മെയിൻ ബ്രാഞ്ചിന്റെയും ലോക്കറിന്റെയും ഉദ്ഘാടനം യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷും നിർവഹിച്ചു. ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റായിരുന്ന CA ഔസേപ്പിന്റെ ഫോട്ടോ അനാച്ഛാദനം MLA രാജൻ J പല്ലൻ നിർവഹിച്ചു. ബാങ്ക് ചെയർമാൻ പോൾസൺ ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യ അതിഥിയായിരുന്നു. ബാങ്ക് വൈസ് ചെയർമാൻ IP പോൾ, ജോയിന്റ് രജിസ്ട്രാർ P രാമചന്ദ്രൻ, പരിശുദ്ധ വ്യാകുലമാതാവിൻ ബസിലിക്ക റക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി, മെയിൻ ബ്രാഞ്ച് മാനേജർ ബാബു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് ഡയറക്ടർമാരായ NJ സൈമൺ, PM ബാദുഷ, EV സുനിൽരാജ്, മോഹൻ ഇമ്മട്ടി, ജെസി ആന്റണി, സിസിലി ജോസ്, റോസ്ലിൻ സ്റ്റെയിൻസ്, പ്രൊഫഷണൽ ഡയറക്ടർ NJ ജോസ്, CEO PS ശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1982-ൽ RBI ലൈസൻസ് നേടിയ ബാങ്ക് ഇന്ന് ഹെഡ് ഓഫീസിനോടൊപ്പം തൃശൂർ താലൂക്കിലെ 15ഓളം ശാഖകളിലൂടെ എല്ലാവിധ ആധുനിക ബാങ്കിംഗ് സേവനങ്ങളും നൽകി വരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,065 രൂപ, പവന് 1,04,520 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം, സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഇതര സംസ്ഥാനങ്ങളുടെ സഹകരണത്തോടെ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റി ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും മന്ത്രി. മാരാങ്കോട് കുടിൽകെട്ടി താമസിക്കുന്ന അരേക്കാപ്പ് വീരാൻകുടി ഉന്നതികളിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി KA തുളസി. ഉന്നതിയിലെ താമസക്കാർക്ക് അടിയന്തരമായി സഹായങ്ങൾ എത്തിക്കുമെന്നും മന്ത്രി. തെരുവുനായ പ്രശ്നത്തിനും പേവിഷബാധയ്ക്കും ശാശ്വത പരിഹാരം കാണാൻ ശാസ്ത്രീയവും മനുഷ്യത്വപരവുമായ സമീപനം അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനതലത്തിൽ ഏകീകൃത ഡിജിറ്റൽ പെറ്റ് മാനേജ്മെന്റ് സംവിധാനം പരിഗണിക്കുമെന്നും മന്ത്രി.
കനത്ത മഴയിൽ ഒളരി മദർ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. 10ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി. പൂരനഗരിയെ ആവേശത്തിൽ ആറാടിച്ച് വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഗജവീരന്മാർക്ക് വിരുന്നൂട്ട്. ആനയൂട്ടിൽ പങ്കെടുത്തത് 50ഓളം ആനകൾ. കനത്ത മഴ അവഗണിച്ച് ആനകളെ വിരുന്നൂട്ടാൻ ജനസാഗരം ഒഴുകിയെത്തി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജനപ്രവാഹം. ഭക്തർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കി ക്ഷേത്രങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.